ഷാർപ്പ് 21 ഫ്ലാറ്റിൻ്റെ ഒരു ടി വിയാണ്. അപ്പോൾ ഇത് 20 ജൂലൈ 2024 അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇൻസ്റ്റയിൽ. അത് അവിടെ നിന്ന് എടുത്തിട്ടാണ് യൂട്യൂബിലിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്, വോയിസ് ഓവറൊക്കെ ചെയ്തപ്പോൾ. ഇതിൻ്റെ കംപ്ലൈൻറ്റ് പവർ സപ്ലൈ ആണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഓക്കെ, അപ്പോൾ പവർ സപ്ലൈ ഔട്ട്പുട്ടിൽ വേറെ വോൾട്ടേജും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ പവർ സപ്ലൈയുടെ മെയിൻ കപ്പാസിറ്ററിൽ ചാർജ് നിൽപ്പുണ്ട്. ഇതാ, അപ്പോൾ ചാർജ് റിലീസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് കംപ്ലൈൻ്റ് എന്ന് ഇതിന് നോക്കണം. ഇപ്പോൾ ഈ പവർ സപ്ലൈക്കകത്ത് തന്നെ ഈ സെനർ ഡയോഡുകളൊക്കെ ഉണ്ട്, STR ഉണ്ട്. അപ്പോൾ ഈ സെനർ ഡയോഡുകളൊക്കെ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പവർ സപ്ലൈ ഡ്രൈ ഉണ്ടെങ്കിൽ ഇതേപോലെ പവർ സപ്ലൈ ഒക്കെ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കും. ഓക്കെ, ഇവിടെ ഞാൻ ഈ ഡയോഡുകളൊക്കെ മാക്സിമം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പവർ സപ്ലൈ ഔട്ട്പുട്ട് ഡയോഡൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ ഫോൾട്ടൊന്നുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ടി വി കണ്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് ഓഫായിപ്പോയി. ഒരു പ്രാവശ്യമാണ് പെട്ടെന്ന് ഓഫായി, പിന്നെ താനെ ഓണായിട്ട് പിന്നെ ഒരുപാട് നേരം ഓടി. പിറ്റേ ദിവസം ഓൺ ചെയ്തപ്പോൾ സംഭവം ഓണാവുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഓണാവും, പിന്നെ ഓണായി എത്ര നേരം ഇരുന്ന് ഓടിക്കോളും. പിന്നെ പിറ്റേ ദിവസം എല്ലാം ഓൺ ചെയ്യുമ്പോൾ ഇതേപോലെ സംഭവം എന്താണ്, പിന്നെ ഓണാവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. അത് 50 വോൾട്ട് 47 mm കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ അത് ഒന്ന് മാറ്റുകയാണ്. ഈ കപ്പാസിറ്ററിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇതേപോലെ സംഭവം പവർ സപ്ലൈ കംപ്ലൈൻറ്റ് കാണിക്കും. അപ്പോൾ ആ കപ്പാസിറ്റർ ഒന്ന് ഇവിടെ മാറ്റിയിടുകയാണ്, പവർ സപ്ലൈക്കകത്തുള്ള കപ്പാസിറ്റർ തന്നെ. അപ്പോൾ വേറൊരു കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്, അതിന് സോൾഡർ ചെയ്തിട്ട് ടി വി ഓൺ ചെയ്തൊക്കെ നോക്കാം. ഈ കപ്പാസിറ്ററിനൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബോർഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കപ്പാസിറ്ററിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആ മാർക്കിങ് നോക്കിയാണ്, കാരണം തിരിഞ്ഞു പോയ സംഭവം അപ്പം തന്നെ പൊട്ടിത്തെറിക്കും, വേറെ കംപ്ലയിൻസും പവർ സപ്ലൈയിൽ വരും. ഇപ്പോൾ കപ്പാസിറ്ററൊക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ 124, 25 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി സ്ക്രീനൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ മീറ്ററിൽ കാണാൻ പറ്റും പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചെക്ക് ചെയ്ത് നോക്കാം സ്ക്രീനൊക്കെ വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സ്ക്രീനും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് അടിക്കാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്ത് വെക്കാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.